നമുക്ക് പരിപ്പൊന്നും ചേർക്കാതെ ഒരുപാട് കഷ്ണങ്ങളൊന്നും ചേർക്കാതെ നല്ലൊരു കിടിലൻ സാമ്പാർ ഉണ്ടാക്കിയാൽ പെട്ടെന്നൊരു സാമ്പാർ കഴിക്കണമെന്നുള്ള കൊതിയൊക്കെ തോന്നുകയാണെങ്കിൽ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഞാനിപ്പോൾ ദേ ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട്. അതിലേക്കൊരു പരന്ന പാൻ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം, കുഞ്ഞ് ചീനിച്ചിട്ടോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിലേക്കൊരു 3/4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. ഇതുപോലത്തെ റെസിപ്പീസിനൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ദേ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടി വരണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒത്തിരി ആകരുത്, കയ്പ്പായി പോവേ. അതുപോലെ തന്നെ 2 വറ്റൽമുളക് മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതെല്ലാം നന്നായിട്ട് മൂത്ത് മൊരിഞ്ഞ് വരണം. ഈ താളിപ്പൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും മീഡിയം വലിപ്പത്തിലുള്ളൊരു സവോള എടുത്ത് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ദേ ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. തക്കാളി നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞിടണം. അപ്പോൾ ഇതിൻ്റെ കൂടെ വെന്ത് ഉടഞ്ഞ് ചേരും. അതിന് വേണ്ടിയിട്ടാണ്. ആവശ്യത്തിനുള്ള പൊടിയുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ പരലുപ്പാണ് എടുക്കുന്നതെങ്കിൽ അല്ല ഉപ്പ് വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാമേ. ഇനി തക്കാളി കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഇച്ചിരി കിടക്കുന്നത് കാണണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇനിയാണ് നമ്മൾ ചേർക്കുന്ന ഒരു കിടിലൻ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. 1 ടേബിൾ സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കട്ടയൊന്നും കെട്ടാതെ ഞാനങ്ങ് മിക്സ് ചെയ്ത് കുഴച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ കായപ്പൊടി ചേർത്താൽ ആ ഒരു എണ്ണയ്ക്കകത്ത് കിടന്ന് അത് മൊരിഞ്ഞ് വരുമ്പം കായ മൂത്ത ഒരു മണം കിട്ടത്തില്ലേ, അതും കിട്ടും. ഇനി നമ്മളിതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. ഇനി സാമ്പാർ പൊടി റെഡിമെയ്ഡ് യൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്താൽ മതി. അത് അവരവരുടെ പാകത്തിന് തന്നെ ചേർത്തോണേ. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം. ആ ഒരു സാമ്പാർ പൊടിയുടെയൊക്കെ ഒരു പച്ച കുത്തൽ മാറണം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കടലമാവിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കടലമാവ് ഇതിനകത്ത് കിടന്ന് പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോകും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇഡ്ഡലിക്കും ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ. പെട്ടെന്നൊരു സാമ്പാറിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇതങ്ങ് ചെയ്താൽ മതിയേ. ഇനി നമ്മളിത് ഒരു കടലമാവിനൊരു പച്ച മണം ഉണ്ടല്ലോ, അത് മാറണമല്ലോ. അതിന് വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിലും ആ ബെല്ലൈക്കണും സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ നല്ല കുറുകിയ പരുവായിട്ട് വന്നപ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കണേ. അത് കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം. എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് തംബ്നെയിലിൻ്റെ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം. അടിപൊളിയായിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.